അപ്പം എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന തേയിലയെ കുറിച്ചുള്ള കണ്ടന്റിനെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ 2-3 പേരെൻ്റെ അടുത്തിട്ട് ഈ ഡൗട്ട്സ് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ചിരുന്നത്, ചേട്ടാ ഈ അകത്ത് കട്ടിയുള്ള കാർട്ടൺ ബോക്സ് ആണല്ലോ എന്ന് പറഞ്ഞ്, അപ്പോൾ അതിനകത്ത് വരുന്ന ആ ഒരു ഇന്നർ, അപ്പോൾ ഈ വാക്യൂം ചെയ്ത് എയർ എടുത്തത് ഇതിൻ്റെ ഉള്ളിലുള്ളത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണാനായിട്ടുള്ള ചില ആഗ്രഹങ്ങൾ പ്രകടിപ്പിച്ച് 2-3 പേര് എന്നോട് ഇത് ചോദിച്ചായിരുന്നു. സാധാരണ കടക്കാർ മാത്രമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഈ തേയിലയുടെ ഒരു ബോക്സ് ഫുള്ളായിട്ട് എടുക്കുമ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇത് അറിയത്തുള്ളൂ. അവർ ബോക്സ് കണ്ടിച്ച് അവർ ഈ പറഞ്ഞതുപോലെ തേയില ലൂസായിട്ട് ഈ വരുന്ന സാധനങ്ങൾ മേടിക്കാൻ വരുന്നവർക്ക് അവർ കൊടുക്കുന്നതാണ് പതിവ്. അപ്പം ഇതിനകത്ത് വീട്ടുകാരും ചില ആൾക്കാർക്ക് ഒന്നും അറിയാൻ പാടില്ല ഇത് എങ്ങനെയാണെന്നുള്ളത് അവർക്ക് അറിയത്തില്ല. അപ്പം ആ ഒരു ഡൗട്ട് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഞാൻ നിങ്ങളത് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ ഒരു കാർട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ ഉള്ള ഒരു ഇതാണ്. കാർട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ നമ്മൾ മയൂര തന്നെയാണ് എടുത്തേക്കണത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എത്ര സ്ട്രോങ് ആണെന്നുള്ളത്. ഒരു കാർട്ടൺ ബോക്സിൻ്റെ ഉള്ളിൽ ഇത് എത്രത്തോളം സ്ട്രോങ് ആണ്, കട്ടിയുള്ളതാണെന്നുള്ളത്. കാരണം ഇതിപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറക്കി ഇത് ഞാൻ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ എയർ എത്രത്തോളം വാക്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമ്പനി വാക്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളത് കാണിക്കാം. അപ്പോൾ ഈ ബോക്സിൽ നമ്മൾ ഇനി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ബോക്സിൽ വെക്കാൻ പറ്റില്ല. കാരണം ഇനി ഇത് പാക്ക് ചെയ്ത് തീർക്കാനേ പറ്റത്തുള്ളൂ. ലൂസായിട്ട് ഞങ്ങൾക്ക് 5 കിലോ 1 കിലോ ഒക്കെ വെച്ച് പാക്ക് ചെയ്ത് സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ബോക്സിലേക്ക് ഇറക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. നല്ല കട്ടിയുള്ള ഇവരുടെ കവറാണത്, കമ്പനിയുടെ കവറാണ്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും എല്ലാ തേയിലയുടെയും ഉള്ളിലുള്ള ഇന്നർ വരുന്നത്. ഇത്രത്തോളം കട്ടിയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള വാക്കും ചെയ്തിട്ടുള്ള ഒരു തേയില ഇന്നറാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഒരു ഫുൾ ബോക്സിലെ കാർട്ടൺ ബോക്സ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ അഴിച്ചു വെച്ചിരിക്കുന്നത് ഇവിടെ. അത് അവരുടെ സാമ്പിൾ വരുന്ന തേയിലയാണ്. ഈ എല്ലാ തേയില നമ്മൾ നോക്കുമ്പോഴും അതിനകത്ത് അവർ സ്വല്പം സാമ്പിളിൻ്റെ ഒരു ചെറിയൊരു പാക്കറ്റ് ഉണ്ടാവും. ഈ ഒരു സാമ്പിൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഉപയോഗിക്കുമ്പോൾ തന്നെ ചായയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ആ ഒരു സാമ്പിൾ പാക്കറ്റിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതോടൊപ്പം തന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ കട്ടിയുള്ള അകത്ത് കരിങ്കല്ല് പോലെ നല്ല കട്ടിയായിട്ടുള്ള നല്ല, അതായത് എയർ വാക്യൂം ചെയ്ത് ഇത്രത്തോളം വാക്യൂം ചെയ്ത് വളരെയധികം സ്ട്രോങ് ആയിട്ടാണ് ഈ തേയില നിറച്ചിരിക്കുന്നത് ഒരു ബോക്സ് ചെയ്ത്. അപ്പോൾ ഞാൻ ഒരു സാമ്പിൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്, സുഹൃത്തുക്കളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ഇന്നർ കാണിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഇതിനകത്ത് അവർ എത്രത്തോളം എയർ വാക്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ഹോൾ ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്ന് തന്നെ ആ എയർ അകത്തോട്ട് എയർ കടക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. കണ്ടോ, ഇത്രയും കല്ലായിട്ടിരിക്കുന്ന വാക്യൂം ചെയ്ത ഒരു ബോക്സാണിത്. അപ്പോൾ ഈ എയർ കയറി കഴിയുമ്പോഴത്തേക്കും, അകത്തോട്ട് എയർ കയറി കഴിയുമ്പോൾ ഇത് ശരിക്കും ലൂസാവും. മൊത്തത്തിൽ ഇതൊന്ന് ഈ കല്ലായിട്ടിരിക്കുന്നതൊക്കെ ലൂസായിട്ട് മാറും. കണ്ടോ, ഇപ്പോൾ എയർ അകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര സ്ട്രോങ് ആയിട്ടാണ് ഇവരിത്. കണ്ടോ, എയർ കയറുവാണ്. അപ്പോൾ ഒരു ചെറിയൊരു ഹോൾട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഇപ്പോൾ ഇത് ഫുള്ള് എയർ കയറി ലൂസായി. കണ്ടോ, ഇത് ശരിക്കും ലൂസായിട്ടുണ്ട്. കണ്ടോ, ഇത്ര ടൈറ്റായിട്ടിരുന്ന ഒരു ഇന്നറായിരുന്നു, കട്ടിയുള്ള കവറാണെന്ന്. അതിനകത്ത് ഇപ്പോൾ എയർ കയറി ഇത് വളരെയധികം ഇപ്പോൾ ലൂസായി. ഇങ്ങനെയാണ് ഗൈസ് ഇതിന്റെ ഉള്ളിൽ വരുന്ന മെത്തേഡ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വാക്യൂം ചെയ്ത് കമ്പനി ബോക്സ് ടൈറ്റ് ആയിട്ടുള്ളത് വിപണിയിലേക്ക് വിടുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ചെറിയൊരു മുട്ടുസൂചിയുടെ ഒരു ഇത് മതി ആ ഒരു എയർ ഫുൾ അപ്പോൾ തന്നെ അത് പോയി ആ ബോക്സ് മുഴുവൻ ലൂസായിട്ട് മാറാനായിട്ട്. അത്ര കമ്പനി അതുപോലെ ടൈറ്റ് ചെയ്തിട്ടുള്ള. മാത്രമല്ല വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കവർ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ഒരു കവറും തന്നെയാണ് ഈ കമ്പനി ഉള്ളിൽ ഇന്നറായിട്ട് ഈ വെച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഈ വീഡിയോ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഈ കണ്ടിച്ച് വെച്ച ആ ഒരു ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഇനി അതൊരു ബോക്സ് ആയിട്ട് നമുക്ക് ഇനി അത് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി ആ തേയില 40 കിലോത്തിന്റെ ഒരു SRT തേയിലയുടെ ഒരു ഇന്നറാണ് ഞാൻ കാണിച്ചത് ഇതിനകത്ത് സംഭവം.
അപ്പോൾ ഇത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ 40 കിലോ ആകുമ്പോഴത്തേക്കും അത് 1 കിലോ 5 കിലോ അര കിലോ ഒക്കെ ആയിട്ട് ലൂസായിട്ട് പാക്കറ്റുകളായിട്ട് നാളെ ഈ പറഞ്ഞതുപോലെ ലൈനിൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ആ സപ്ലൈക്ക് നാളെ ഇത് ഞങ്ങൾ ആ ഒരു തേയില 40 കിലോ അത് സെയിലാക്കും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ പുതിയ ഐറ്റങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് കൂടെ ഞാൻ പറയുവാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, അതോടൊപ്പം ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.